ഈശ്വര നമ്പർ വെക്കണേ. ഞാൻ കാമധേനു മിൽക്ക് ബാറിന്റെ പ്രൊപ്പറേറ്റർ ഈ രാജീവൻ. ഈ എന്റെ ഇനീഷ്യലാണ്. ഇനീഷ്യലും വയസ്സ് ഒന്നും ബോധിപ്പിക്കണ്ട. എന്താ വന്ന കാര്യം? ഇവിടുന്ന് ഒരു കുട്ടി എന്റെ സ്ഥാപനത്തിൽ കാലത്ത് പാല് വാങ്ങാൻ വന്നിരുന്നു. ഞാൻ ബാക്കി തിരികെ കൊടുത്തില്ലേന്ന് എനിക്കൊരു സംശയം, ഐ മീൻ ഡൗട്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാ. ഓഹോ, ഈ കുട്ടിയല്ല, ഈ കുട്ടിയുമല്ല. അതെ, ഈ കുട്ടി തന്നെ. കാലത്ത് പാല് വാങ്ങിക്കാൻ വന്നപ്പോൾ കുട്ടി 100 രൂപയാണോ തന്നതെന്ന് എനിക്കൊരു സംശയം. ഒരു പ്രൊപ്പറേറ്റർ എന്ന നിലയ്ക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക്. അതിനിടയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയവും. സോറി, അവിഹിതമായ ഒരു ചില്ലി കാശ് പോലും ഞാൻ ആഗ്രഹിക്കാറില്ല. വെള്ളം ചേർക്കാത്ത പാല് പോലെ സത്യസന്ധമായ ബിസിനസ്, ദാറ്റ്സ് മൈ പോളിസി. കാലത്ത് നീ 100 രൂപയായിരുന്നോ കൊണ്ടുപോയത്? അതെ. അമ്മേ, അല്ല, 100 രൂപയാണോ തന്നത് എന്നുള്ളത് എന്റെ മാത്രം സംശയമാണ്. അതെ, ഞാൻ 100 രൂപ തന്നെ തന്നെ. ശരിക്കും ഒന്നും കൂടി ഓർത്ത് നോക്കിയേ. ആ സമയത്ത് വേറെയും ചിലർ അവിടെ 100 രൂപ നോട്ടുകളുമായി വന്നിരുന്നു. ഞാൻ ശരിക്കും ഓർക്കുന്നു, 100 രൂപ തന്നെ തന്നത്. ഞാൻ ഇപ്പൊ കൂടി ഇവരോടൊക്കെ പറഞ്ഞതേ ഉള്ളൂ അല്ലേടി? അതെ അതെ, കയ്യിന്ന് കളഞ്ഞു പോയെന്നാ ഞാൻ കരുതിയത്. കിട്ടിയത് വലിയ ഉപകാരമായി. ഇങ്ങ് തന്നേക്ക്. കേട്ടോ മമ്മി, എന്തു തന്നെ ആയാലും ബോംബെക്കാളൊക്കെ എത്രയോ സത്യസന്ധതയുള്ള നാടാ നമ്മുടെ കേരളം. കണ്ടോ, ബാലൻസ് ക്യാഷ് തരാൻ വീട് തേടി ആളെത്തി. വിരോധമില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഓക്കേ, ബൈ. ഒന്നും കൊണ്ടുവരിക. എടാ പാലുമോനെ, അതേ പാല് കച്ചവടം ബൂത്തിൽ മതി. പാമ്പ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ മെനക്കണ്ട, മനസ്സിലായോ? എന്തുവാ പൂവാ പൂവാ? നീ വാല് നോക്കണ, പണിയെടുക്കടാ. നീ വണ്ടി എടുക്കടാ. കാലത്ത് കണ്ടപ്പോ തന്നെ ഒരു ലൈനടിയുടെ ലക്ഷണം തോന്നി. പക്ഷെ ലൈനും വലിച്ച് കണക്ഷന് വേണ്ടി ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. നമ്മുടെ അഡ്മിഷന് വേണ്ടി ഡാഡി പുറത്തു പോയത് കൊണ്ടാ, ഇല്ലെങ്കിൽ കുടുങ്ങിയേനെ. പാവം. രാധു, എടി രാധു. ആഹാ, പിറന്നാളായിട്ട് എന്ത് ഉറക്കായത്? കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോണ്ടേ നിനക്ക്? എടി എഴുന്നേറ്റേ, എഴുന്നേറ്റ്. എന്താ മോളെ? വേണ്ട മമ്മി, മുന്നില്ലാത്തൊരു ബർത്ത്ഡേ എനിക്ക് വേണ്ട മമ്മി. മമ്മി, നമ്മുടെ മുന്നിൽ ചേച്ചി എന്തിനാ മരിച്ചത്? അമ്പലത്തിൽ വരുന്നില്ലേ അവള്? എന്താ പരുമതി? എനിക്കറിയാം എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് അവളുണ്ടാകുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാ പിറന്നാളും അവർ ഒരുമിച്ചായിരുന്നില്ലേ? ഒരേ ദിവസം ജനിച്ച് ഒരു കുടുംബാംഗത്തെ പോലെ കഴിഞ്ഞവർ ഒടുവിൽ ഇനിയിപ്പോ അതൊക്കെ ഓർത്തിട്ടെന്താ കാര്യം? എല്ലാം ദൈവത്തിന്റെ ഒരു ക്രൂരമായ തമാശയാണെന്ന് കരുതിയാ മതി. എടാ, മുന്നിയോടൊപ്പമുള്ള കഴിഞ്ഞ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ?
ഡാഡിയെയും മമ്മിയെയും വെട്ടിച്ച് ജിപ്സികളെ പോലെ അടിച്ചു പൊളിച്ച് ചെത്തി നടന്നത്. One, two, three. കുറെ നാളായി ഞാൻ കാണുന്നു. ആണിനും പെണ്ണിനും ചേരാത്ത വേഷവും കിട്ടി പെമ്പിള്ളേരുടെ കൂടെ അവന്റെ ഒരു കൂത്താട്ടം. മര്യാദക്കുള്ള വേഷവും കെട്ടി നടന്നില്ലെങ്കിൽ കാലിന്റെ മുട്ടി എന്റെ ചൊടിക്കും. ഓടാവർത്ത് പറഞ്ഞില്ലടാ, ഓടാവർത്ത്. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ 4 ചന്തിലെ തൊലിയാലും ചെടുക്കും. ഓടിയപ്പുറത്ത്. മുഖത്തല്ല എന്റെ ആത്മാഭിസ്ഥാനത്ത് അടി കൊണ്ടത്. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? എന്ത്? അല്ല, എന്തോ ഒരു സാധനത്തിന് അടി കിട്ടിയെന്ന്. ദേ ഇവിടെ പട്ടിണി കിടന്ന് കിഡ്നി ചട്നി ആയിരിക്കും ഒരു ജാതി വർത്താനം പറയരുതിട്ടോ. 4 പെൺകുട്ടികളിൽ എന്നെ പ്രേമിക്കുന്ന ഏതോ ഒരു പെൺകുട്ടി, അവളുടെ മുമ്പിൽ ഞാനൊരു കൊച്ചായില്ലേ? ഛേ! പേടിക്കണ്ട, ഈ കൊച്ചിന് ഞാൻ ഒരു അച്ഛനാക്കാം. എന്താ ഇയാളെ തന്നെ? അയ്യേ, ഞാൻ ആ ടൈപ്പ് ഒന്നല്ല. എന്നെ അതിനൊന്നും കിട്ടില്ല. പിന്നെ ഞാൻ അധ്വാനിച്ചിട്ട് അച്ഛനാവുള്ളൂ. അതല്ല നാളു, നഷ്ടപ്പെട്ട ആത്മാഭിമാനം അതേ തറവാട്ടിൽ അതേ പെൺപിള്ളേരുടെ മുമ്പിൽ വെച്ച് നമ്മൾ വീണ്ടെടുക്കും. പോരെ? അത് മതി. പക്ഷെ എനിക്കെന്ത് പ്രതികാരം ചെയ്യും? എന്തും. ഉറപ്പാണോ? എന്നെ വിശ്വസിക്കാം. ആണോ? അത് വിട്. അതെ, എങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ആ കിളവനെ ഒതുക്കുന്നു. എന്തായാലും ടൗൺ ബ്രാഞ്ചിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടിയത് നന്നായി. നീ എപ്പോഴാ ജോയിൻ ചെയ്യുന്നത്? നെക്സ്റ്റ് വീക്ക്. ഇനിയിപ്പോ അത്താഴം കൊണ്ടിട്ട് പോയാ പോരെ നല്ല വേണ്ട, പോയിട്ട് അല്പം ധൃതിയുണ്ട്. ഓഹോ, മുത്തച്ഛനായി ഭയങ്കര ഒടുക്കില്ല. ഉന്നത്തെ വീട്ടിലെ കഞ്ഞുണ്ണി നേരെ പാട്ടി നാട്ടിനെ പറ്റി കാശില്ലടാ. ഇറങ്ങി വന്ന് ഞാനായിട്ട് മുഖമുഖം ഏറ്റുമുട്ടാ. കൂടോത്രം ചെയ്ത് കുതികാലി വെട്ടിയില്ലടാ നീ കേട്ട സ്വത്തുക്കളൊക്കെ ഉണ്ടായത്. പാന്നി ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. ഞാൻ ഇങ്ങോട്ട് വാടാ പാട്ടി. നിന്റെ മുഖത്തെ ചാണോടാ. നീ എന്തൊരു കളിക്കടാ എന്റെ അടുത്ത്. നിന്നെ ഞാൻ ഇങ്ങോട്ട് വാടാ. എന്താ നിനക്ക് നിന്റെ പ്രതിമയായി പോയാ പാമ്മേ? എന്താടാ മൂങ്ങ പോലെ വടിയും കുത്തിപ്പിടിച്ച് മിഴിച്ചു നോക്കണത്? മണ്ണുണ്ണി കഴിവറ നേരെ പാട്ടി ഇറങ്ങി വാട കുത്ത. ആര്? ശത്രു. സ്വബോധം നഷ്ടപ്പെട്ട ഏതോ കള്ളൂടിയനായിരിക്കും. എല്ലാരും അകത്ത് പോയി വാതിലടച്ച് കിടന്നോളൂ. അയാൾ തനിയെ പൊക്കോളും. അങ്ങനെ ഒളിച്ചോടുന്നത് ശരിയല്ലല്ലോ. പിന്നെ അയാളെ പോലെ നമ്മൾ വിളിച്ചു കൂണോ? പട്ടി നമ്മളെ കടിച്ചു എന്നും പറഞ്ഞ് നമ്മൾ പട്ടിയെ തിരിച്ചു കടിക്കാറുണ്ടോ? നാളെ ഞാനിത് ആവർത്തിച്ചാൽ പിന്നിപ്പോ എന്താ ചെയ്യാ? നേരിടണം. നേരിടാനോ? അതെ. എന്താ, തയ്യാറുണ്ടോ? ഈ ഉച്ചിരി മൂക്കെല്ലാം എന്നെ പോലുള്ള പാപങ്ങളോട് കാണിക്കാൻ മാത്രം പോരാ, അത്തരം ചട്ടകളോട് വേണം കാണിക്കാൻ. എന്താ ചെയ്യാ? ആണായി ജനിച്ചു പോയില്ലേ, കേട്ടു നിൽക്കാൻ സഹിക്കണില്ല. കഴിച്ചിരിക്കണ്. നല്ല വഴിയെ പോണവരോട് വഴക്കിടാതെ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഹിന്ദി മനസ്സിലായില്ലെങ്കിൽ പിള്ളേരോട് ഒറ്റക്കൊറ്റയ്ക്ക് ഏറ്റു, എല്ലാം ഏറ്റു. ഇനി ഒരു അടിയുടെ ബഹളം കൂടി മാത്രം മതി. പടി തുടങ്ങാം. എന്താടാ നീ വിചാരിച്ചേ? നീ ആ ടോർച്ചിക്കെടുത്ത്. എന്റെ കാല് അടിച്ചോ. ഇനി വെറുതെ കൂകി ഒളിപ്പിച്ച് നേരം കളയണ്ട. പറഞ്ഞ പോലെ ഷർട്ട്, മുണ്ട്, അണ്ടർവെയർ വേണം. അണ്ടർവെയർ ഇടാത്ത പാർട്ടിയാന്ന് ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ ധൈര്യമായിട്ട് ഇതേ പ്രത്യുപകാരം ചെയ്യണം, മറക്കരുത്. എന്നെ മറന്നാലും നിന്നെ ഞാൻ മറക്കില്ല. ഓക്കേ? പോയി ഷൈൻ ചെയ്തോ, പോയി ഷൈൻ ചെയ്തോ. നീ പോയി റെസ്റ്റ് ചെയ്തോ. ആരാ? എന്താ? ഇനി പേടിക്കണ്ട. ഉടുതുണി പോലും ഇല്ലാതെ ഞാൻ അവനെ തുരത്തി ഓടിച്ചു. ഇനി എല്ലാരും അകത്തു പോ. നളിനേട്ടനെ സമ്മതിച്ചിരിക്കുന്നു. വീരശൂര പരാക്രമിയായ കുഞ്ഞുണ്ണി നായരുടെ ജീവനെടുക്കാൻ വന്ന പുലിയെ നിഷ്പ്രയാസം ഈ നളിനാശം കീഴ്പ്പെടുത്തി. ഉരിഞ്ഞെടുത്ത പുലിയുടെ തോലത് സൂക്ഷിച്ചു വെച്ചോ. വരും തലമുറകൾക്ക് അമ്മാനമാടാം.
മൂന്ന് പേരിൽ എന്നെ പ്രേമിക്കുന്ന ഒരാളാരാണെന്ന് കണ്ടെത്താൻ ഇത് തന്നെ അവസരം. നളിനേട്ടന് ക്ഷീണം മാറ്റാൻ കുറച്ച് വെള്ളം തരൂ. ദാ ഇപ്പൊ കൊണ്ടുവരാം. താങ്ക് യു.